17 വർഷം മുമ്പ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ കൂടെ നിൽക്കാത്ത സഭയും തള്ളിക്കളഞ്ഞ കുഞ്ഞാടുകൾക്ക് മുമ്പിൽ മോദി ഒരു രക്ഷകനായി അവതരിച്ച പുതിയ വാർത്ത തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ജോസഫ് മാഷിന് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ലഭിച്ചില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അന്ന് കൂടെ നിന്നവരും കൂടെ നിൽക്കേണ്ടവരുമായ എല്ലാവരും അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞ് മുൻപോട്ട് പോയി. ഇന്നും അതിൽ ചിലരൊക്കെ തന്നെ ആ ശത്രുപക്ഷത്ത് നിന്ന്, ആ കൈവെട്ടിയവരുടെ പക്ഷത്ത് നിന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശക്തമായ ഭീകരവാദത്തിനും വിഘടനവാദത്തിനുമെതിരെ വാളെടുത്തപ്പോൾ അവരെ അരിഞ്ഞു വീഴ്ത്തുമെന്ന ഒരു പ്രതിജ്ഞയെടുത്ത് മുൻപോട്ട് പോയപ്പോൾ പിടിയിലായത് പോപ്പുലർ ഫ്രണ്ട് അവരുടെ താവളത്തിൽ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന കൊടും ഭീകരനായ സവാദിനെ ഇതാ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് വ്യക്തമായൊരു സന്ദേശമാണ് കേന്ദ്രം ഈ ഭീകരവാദികൾക്ക് നൽകുന്നത്. അതായത് ഏതു മാളത്തിൽ പോയി ഒളിച്ചാലും, ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ച് ഈ രാജ്യത്തിനെതിരെ പ്രതികരിച്ചാലും, വിധ്വംസക പ്രവർത്തനം ചെയ്താലും, ഭീകരവാദ പ്രവർത്തനം ചെയ്താലും പൊക്കിയിരിക്കും എന്നുള്ള ഏറ്റവും വലിയ സന്ദേശം. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.